ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നല്ലേ, അപ്പോൾ നമ്മുടെ കുടുംബ വീട്ടിൽ ആൾ താമസം ഇല്ലാതൊക്കെ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ മൊത്തം കാട് പിടിച്ച് ഒരു ഭാർഗവി നിലയം പോലെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലമെല്ലാം ഒന്ന് വൃത്തിയാക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചലഞ്ച് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മളൊരു ചലഞ്ച് കൂടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്നൊക്കെ നിങ്ങൾക്ക് ഈ കാട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഈ വീടിനും ഈ വീടിൻ്റെ അകവും ഈ ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങൾ മൊത്തം നമ്മൾ ഇന്നൊരു 4 മണിയോടുകൂടി, ഇന്നിപ്പോൾ എത്ര മണിയായി? ഇന്നിപ്പോൾ കറക്റ്റ് 11 മണിയായി ഗൈസ്. അപ്പോൾ ഒരു 4 മണിയാവുമ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കും. അതാണ് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഭംഗിയായിട്ട് ഒരു ചലഞ്ചായിട്ട് നമ്മളിത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിസരവും വീടും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. നമ്മളിവിടെ ജോലിപ്പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെത്തിപ്പറിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം മൊത്തം കിടക്കുന്ന കണ്ട ഫുള്ള് കാടാണേ. അപ്പോൾ ഈ കാട് സൈഡിലൊക്കെ നമ്മൾ കാണിച്ചു തരാം. സൈഡെല്ലാം വല്ലാത്തൊരു കാടാണ്. ഇതാ കണ്ടോ, ഇവിടെ മൊത്തം നമ്മുടെ വീടിൻ്റെ ചുവരോട് ചേർത്ത് ഫുള്ള് കാടാണേ. അപ്പോൾ നമ്മളിതാ ഇത് കണ്ടോ, ഇത് മൊത്തം കാടാണ് ഗൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭാർഗവി നിലയം നിങ്ങൾ പേടിച്ചു പോകും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉടനെ വാടകയ്ക്ക് ആൾ വരും. അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ വൃത്തിയാക്കൽ പരിപാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം ഇതെല്ലാം കൂടി നമ്മൾ ഇന്നൊരു 4 മണിയാവുമ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണിച്ചു തരും. അതുപോലെ ഇതിൻ്റെ അകമൊക്കെ നമ്മൾ കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കിടന്ന ഈ ഒരു വീടും പരിസരവും നമ്മൾ എങ്ങനെ വൃത്തിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന്. നമുക്ക് നമ്മുടെ വീടിന് അകമൊക്കെ ഒന്ന് കാണാം ഗൈസ്. നമ്മൾ കുറേ നാളായിട്ട് താമസമൊന്നുമില്ല. ഒരു 4-5 മാസമായി ഇവിടെ താമസമില്ലാതെ നമ്മൾ വീടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് കയറി നോക്കാമേ. ആ ഡോറൊന്ന് തുറന്ന് നമ്മൾ ഇവിടെ മൊത്തം എന്താ കണ്ടോ ഗൈസ്, ഇത് കരിവണ്ടാണ് കേട്ടോ. നമ്മൾ ഈ റബ്ബറിൻ്റെ ഇടയായതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇത് കണ്ടോ, ഇവിടെ നിറച്ച് വണ്ടാണേ. കരിവണ്ട് ഇങ്ങനെ കൂട് വെച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇവിടെ ഈ ഭാഗത്ത് നോക്കിയതോ കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ കരിവണ്ട് ഇങ്ങനെ പുറ്റു പിടിച്ചതിരിക്കുക. ഇത് കണ്ടോ, ഈ റൂമിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കരിവണ്ട് ഇങ്ങനെ അവരെ താമസമാക്കിയിരിക്കുകയാണ് ഗൈസ്. ഈ മൂലകളിലും നിറച്ച് കരിവണ്ടാണ് കേട്ടോ. സ്വിച്ച് ബോർഡിനകമൊക്കെ അവർ തുറന്ന് മാറ്റിയിട്ട് ആ ഫാനിൻ്റെ റെഗുലേറ്ററൊക്കെ ഇരുന്ന സ്ഥലമൊക്കെ ഇവർ ഇതെടുത്ത് മാറ്റിയിട്ട് അവരങ്ങ് താമസമായിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വൈകുന്നേരം നമുക്ക് ഈ ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ ഈ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ് ആക്കുക. നമ്മുടെ ഫാനിൻ്റെ അവസ്ഥ ഉണ്ട്. ആ ഫാനിന് ചുറ്റുഭാഗം ഒക്കെ ഇതുപോലെ ഇതിൻ്റെ അവിടെ ആ ഫാനിൻ്റെ ആ ഒരു കപ്ലറുണ്ടല്ലോ, ആ കപ്ലറിലൊക്കെ നിറച്ച് ഇത് കപ്ലർ. ഇതെന്തോന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഇതെന്താണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇത് ജനലൊക്കെ തുറന്നിരിക്കാതെ ഇട്ടിരിക്കുന്ന ആള്. അയ്യോ, പയറ് വന്ന് വീഴുന്ന പോലെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ട്. ഇതാ കണ്ടോ, ഈ വണ്ടിൻ്റെ അവസ്ഥ ആകുമ്പോൾ ഇത് കണ്ടോ, ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു വീടിൻ്റെ അവസ്ഥ ഒരു പരിതാപകരമാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഒരു സ്പേസ് ഉണ്ടോ, അതായത് എല്ലാ ജനലിൻ്റെ സൈഡുകളിലും ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇതിങ്ങനെ മുട്ടയിട്ട് ഇരിക്കുകയാണ്. ആണെങ്കിൽ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ റൂമിൻ്റെ അകത്തോട്ട് നമുക്ക് കയറി ഒന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്നാലും അവിടെ മാത്രമേ ഉള്ളൂ. എന്നാലും ഈ ജനലിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ജനലൊക്കെ ഇങ്ങനെ വല കെട്ടിയിരിക്കുകയാണ് ഇവിടെ. ശരിക്കും ഇതൊരു ഭാർഗവി നിലയം തന്നെയാണ് ഗൈസ്. ഇത് നമ്മൾ തുറക്കാൻ പറ്റാത്ത ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ ഈ ഒരു വണ്ടിനെ കണ്ടിരിക്കുന്നത്.
കണ്ടോ, നമ്മളെടുക്കുമ്പോൾ ഇങ്ങനെ ചൊരിഞ്ഞ് വീഴുകയാണ്. ഈ സൈഡ് മൊത്തം കണ്ട ആ സൈഡ് മൊത്തം ഇതാണ് വണ്ട്. ഇനിയിപ്പോൾ ചെവിയിലൊക്കെ കയറി പോവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കയ്യിലൊക്കെ ആയത് ഇത് കണ്ടോ, ഇത് ഒരു വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒരു സ്മെല്ല് വരും. അപ്പോൾ അത് നമുക്ക് ഇതിനൊരു ആസിഡുണ്ട്, ആസിഡാണ് കേട്ടോ. ഈ വണ്ടിന് ഒരു തരം ആസിഡുണ്ട്. ആ ആസിഡ് കാരണമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതുണ്ടോ, ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അടുങ്ങി ഇരിക്കുകയാണ് ആശാന്മാരെല്ലാവരും കൂടി. ഇങ്ങനെ കണ്ടോ എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം വലയൊക്കെ കെട്ടിയത് കണ്ടോ. ശരിക്കും ഇതൊരു ഭാർഗവി നിലയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. കണ്ടോ, വലയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. നിറച്ച് വൃത്തിയാക്കാനായിട്ട് ഒരു വല്ലാത്തൊരു പണിയായിട്ട് ജനലിൻ്റെ സൈഡൊക്കെ ഇരിക്കണം. എനിക്ക് ആ ജനലൊക്കെ നമുക്കൊന്ന് തുറന്ന് ഇട്ട് നോക്കാം. കുറേ നാളായി ജനലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട്. കണ്ടോ, ഓപ്പൺ ആക്കുമ്പോൾ ഇതിൽ നിന്ന് വീഴുന്ന വണ്ടുകൾ ഇതെല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 4 ചാക്ക് വണ്ടോളം ഇവിടെ വരും. അത്രയ്ക്ക് വണ്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ ഹാളിൽ നിന്ന് നമ്മുടെ ബാത്റൂമാണ് കേട്ടോ. ബാത്റൂമിൻ്റെ അവസ്ഥയും വളരെ ശോചനീയമാണ്. ഇതുപോലെ തന്നെയാണ്, വണ്ടെല്ലാം ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. ഇനി ഈ ബാത്റൂമിലൊക്കെ കയറിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ വണ്ട് ആസിഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഇനി അതെ, ഇവിടെയൊക്കെ നിറച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ ജനല്. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. രാത്രി ആകുമ്പോഴാണ് ഇവരുടെ ജോലി ഇങ്ങനെ തുടങ്ങുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ബാക്കിലോട്ട് നോക്കിയേ. ഇത് നമ്മുടെ വീടിൻ്റെ പരിസരമാണ് ഗൈസ്. അപ്പം ഇത് കണ്ടോ, ശരിക്കും ഒരു വനം എങ്ങനെയുണ്ട്, ആ വനത്തിലോട്ട് കയറിയ ഒരു പ്രതീതിയാണ്. ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളെങ്കിലും നമുക്ക് കുറച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഇനിയിപ്പോൾ JCB ഒക്കെ കയറി വൃത്തിയാക്കാനേ പറ്റത്തുള്ളൂ. അത്രത്തോളം കാടായിട്ട് കിടക്കുകയാണ്. അല്ലാതെ അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെയും നിറച്ച് വലയൊക്കെ ആയി കിടക്കുകയാണ് ഗൈസ്. ഇവിടെ ലൈറ്റൊന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെയും വണ്ടുകളൊക്കെ ഇഷ്ടംമാതിരി കൂട് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നാണ് കൊണ്ടുപോകാതെ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കിണറിൻ്റെ ആ ഭാഗമൊക്കെ നിറച്ച് വണ്ടാണ്. ഇവിടെ വല്ല ഇഴജന്തുക്കളോ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ആ രീതിക്ക് ഇങ്ങനെ വണ്ട് മൂടിക്കിടക്കുകയാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഇതായി ഭിത്തിയൊക്കെ കണ്ടാ ഗൈസ്. ഈ ഭിത്തിയിലൊക്കെ നിറച്ച് വണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ പണി തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പണി കണ്ടോ ഗൈസ്. നമ്മളിവിടെ തൂത്തിങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് കണ്ടോ നമ്മുടെ ഈ വണ്ടുകൾ ഇങ്ങനെ വീണ്ടും പ്രതിഷേധമാണ് ഗൈസ്. ഇത് വണ്ടുകൾ വീണ്ടും ഇങ്ങനെ കയറി വരും. നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കും. കണ്ടോ, ഈ ഭിത്തി നിറച്ച് വീണ്ടും ഇങ്ങനെ തറയിൽ നിന്ന് ഇതിങ്ങനെ നമ്മൾ തട്ടിയിടും. ഇത് വീണ്ടും കയറി വരും. ഇങ്ങനെ ഇവിടെ നിറച്ച് വണ്ടുകൾ പ്രതിഷേധത്തോടു കൂടി ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിനി ഇതെല്ലാം കൂടി തൂത്ത് വാരി ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ നമ്മളിത് ഡിസ്പോസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ചുണ്ട്. അപ്പം നമുക്കിവിടെ രാവിലെ ഇതിന് ഒരു തരം ആസിഡുണ്ട് കേട്ടോ. ഈ ആസിഡ് നമ്മുടെ മുഖത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നല്ല നീറ്റലാണ്. മുഖത്തൊന്നല്ല, കയ്യിലൊക്കെ ആയാലും നല്ല നീറ്റലാണ് കേട്ടോ. ഈ കമ്പൊക്കെ നിറച്ചതിൽ മുച്ചി ഗൈസ്. നമ്മൾ വലയൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ നിറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇത് എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പം അത്രത്തോളം ഉണ്ട് ഗൈസ്. ഇതൊക്കെ എവിടെയൊക്കെ കയറി പോകുമെന്ന് കണ്ടറിയണം. അപ്പോൾ നമ്മൾ ഇത് കണ്ടു. ഇനി നമുക്ക് ഒരു ചവർ കോരി എടുത്തിട്ട് നമുക്കിത് ആ ബക്കറ്റിൽ വെള്ളത്തിലോട്ട് കോരിയിടാം. നമ്മളിത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും കയറി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതൊക്കെ വെളിയിലങ്ങ് കളയണം. നമുക്ക് സഫേര അടുത്തോട്ട് പോവാം.
ഓക്കെ ഇതാണ് സഫ. സഫ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഒന്നും പറയാനില്ലേ? അപ്പം നമുക്ക് വാപ്പ അടുത്തോട്ട് പോവാം. എന്താണ് പറയാനുള്ളത്? അപ്പം തളർന്നു പോയേ. ഓക്കെ, എൻ്റെ പോന്നു. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ ഇത്രയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. മോന് ഇത്രയൊക്കെ ഉണ്ട്. 4 മണിയൊന്നും ആയിട്ടില്ല, കുറച്ച് ആയുള്ളൂ, 1 മണിയൊക്കെ ആവും. അപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ കണ്ടോ ചവറൊക്കെ ഉണ്ട്. കണ്ടോ ഇത്ര നമ്മൾ വെട്ടിക്കൂട്ടിയിട്ടാണ്. നീ കിണറ്റിൻ്റെ ഇവിടെ ഇട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ വണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ച് ഉമ്മ അടുത്തോട്ട് പോവാം ഗൈസ്. ഇവിടെയൊക്കെ നല്ല ഇരുട്ടാണ്. മമ്മി എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് എൻ്റെ പൊന്നോ പറഞ്ഞ് തളർന്നു ഗൈസ്. എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങണം, അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നന്നായിട്ട് ഉറക്കം വരുന്നു, ജോലി ചെയ്ത് വല്ലപ്പോഴാ ജോലിയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതൊരു 1.5 ജോലി ആയിപ്പോയേ. ഇവിടെയൊക്കെ അത്യാവശ്യം വൃത്തിയായി. ഇനി ഈ സിംഗിലെന്തോണ്ട് കണ്ട അവിടെയൊക്കെ കണ്ട വണ്ടാണിത്. പക്ഷെ ഇത് ഇനിയും ഇത് പറഞ്ഞിട്ടേ ഇതെല്ലാം കൂടി ഇനി ഇങ്ങനെ പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കൂടുണ്ടാക്കി അവിടെ ഇരിക്കും. ഒരു കൊറ്റു വന്നൊരു സ്ഥലത്ത് പിന്നെ നമ്മൾ മരുന്ന് മേടിച്ചടിച്ചാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. മറ്റേ ഹിറ്റ് പോലുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് നമ്മളിതിന് എന്തെങ്കിലും കെമിക്കൽ അടിച്ചാൽ മാത്രമേ ഇതൊക്കെ പോകും. ഇതിന് പെട്ടെന്ന് പോകാനായിട്ട് നമ്മളിതിങ്ങനെ കോരിയുള്ള വെള്ളത്തിലാണ് നൽകാൻ ഇടുന്നത്. നമ്മുടെ കൈ കിട്ടുന്നതിനൊക്കെ ഇതേപോലെ വെള്ളത്തിൽ പോയി ഇതാണ് വരുന്നത്. ഇവിടെയൊക്കെ നിറച്ച് വണ്ടാണ്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും കെമിക്കൽ അടിച്ചാലേ അത് പോവില്ല. ഇതൊക്കെ ഈ സഫേനെ കണ്ട സഫ ചെത്ത് സഫ. പിന്നെ കേസ് അതാണ് കക്കൂസ്. 2 കക്കൂസാണ് ഉള്ളത്. എൻ്റെ വാപ്പ പിന്നെ ഞാൻ കുറേയൊക്കെ കിളച്ചായിരുന്നു. പിന്നെ തളർന്നു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കണത്. ഉണ്ടോ ഉമ്മയൊക്കെ ഉണ്ടോ? ഉമ്മ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്നത് കണ്ടോ ഗൈസ്. ഇത് കണ്ടോ ഇവിടെയൊക്കെ ടർഫ് പോലെയാണ് കിടക്കണത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഉണ്ടോ ഇവിടെ നിന്ന് നമ്മളെ വീട് കണ്ടോ, ഇങ്ങനെയാണ് നമ്മളെ വീട്. അങ്ങോട്ട് നോക്കിയാണ് ഇവിടെ ഇത്രയും കാടുണ്ട് ഉണ്ടോ. ഇവിടെ പണ്ടൊരു വീടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാടായി ഉണ്ടോ. ഇവിടെയൊക്കെ നല്ല കാടാണ്. ഈ കാട്ടിൻ്റെ മധ്യത്തെ ഒരു വീട്. അതുകൊണ്ട് കൈസ് ഒരു മല ഉണ്ട് അവിടെ. ഞാൻ അത് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു മലയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അതിൻ്റെ കാണിച്ചു തരാം സൂം ചെയ്ത്. കണ്ടോ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, വലിയൊരു പാറയാണ്. ഇവിടെയൊക്കെ നല്ല വൈബാണ്, പക്ഷേ ഇവിടെ നിറച്ച് കാടാണ്. അതാണ് ഒരു കുഴപ്പം ഗൈസ്. എനിക്ക് വ്ളോഗ് എടുക്കാമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ഒരുമാതിരിയൊക്കെ എടുക്കും. അതുകൊണ്ട് ആരിവൻ കമ്പും തൂക്കിപ്പോയിടുന്നു. എന്താണത്? ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ നിഗൂഢമായ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്ലൈഡ് നിഗൂഢമായ സാധനം ഈ മുട്ടത്തലയിൽ ഉണ്ടാ. ഇങ്ങനെ കുത്തി വെക്കാം. വാപ്പ ക്ഷീണിച്ചിരിക്കുകയാണ്. ആരോ വന്നിട്ടുണ്ട്. അടുത്ത വീട്ടിലാരോ വന്നു. ഇവിടെ വന്നത് ഇവിടെ ജനലിലൊക്കെ സിമെന്റ് വെക്കി. ആട്ടം ഓടിക്കാൻ. അപ്പം ഗൈസ് നമ്മൾ ഉച്ചയ്ക്ക് ഇതാ ചോറ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ചോറ് കഴിക്കാനുള്ള ആ ഒരു തിരക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്ലീനിങ് അവിടെ നടക്കുകയുള്ളു. കുറച്ച് ക്ലീൻ ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അങ്ങനെ അതാ ഇവിടെ ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു ബഹളമാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ചോറ് കഴിക്കുകയാണ്. അപ്പം വണ്ടൊക്കെ ചോറിൽ ഉണ്ടാകുന്ന നോക്കി വേണം കഴിക്കാൻ.
ചോറിൽ നിറച്ച് ചിലപ്പം വണ്ട. നമുക്കിപ്പം മീൻകറിയുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ ചോറിനും വേക്ക് വരട്ടി ഇതൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇങ്ങനെ ഗൈസ് ഇവിടെ ചോറ് നിന്നോണ്ടിരുന്നപ്പോൾ എല്ലായിടത്തും കൂടെ വണ്ടങ്ങ് വീണ്. മണ്ടയിലൊരു ഫാൻ അങ്ങ് ഇട്ട്. പിന്നെ ഒന്നും പറയേണ്ടിയിരുന്നു. പിന്നെ വണ്ടിൻ്റെ ആറാട്ട് ചോറ് മൊത്തം വണ്ടായി ഗൈസ്. അപ്പം നമ്മുടെ ഫുഡ് കഴിക്കലെല്ലാം ഇന്ന് വണ്ട് കൊണ്ടുപോയി. ഇത്ര ചോറേ പോയുള്ളൂ, ബാക്കിയൊക്കെ തിന്ന് ബാക്കിയൊക്കെ കഴിച്ചത് നമുക്ക് വീട്ടിൽ പോയി കോഴിക്ക് കൊടുക്കാം. ഗൈസ് ഇവിടെ മഴ നടക്കണ ഗൈസ്, വണ്ടും മഴ. ഗൈസ് ഇത് കണ്ട, നമ്മള് ഫാൻ ഇട്ടു, പിന്നെ ചാറ ഇങ്ങനെ വന്ന് വീടായിരുന്നു. വാപ്പ ഇതേപോലെ നേരത്തെ അങ്ങ് ഇട്ടു, പിന്നെ ചോറിലെല്ലാത്തിലും ആയി. ഗൈസ് ഇത് കണ്ട, മഴ പെയ്യും പോലെ ആവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ മന്ദഗതിയിൽ ഉറങ്ങി നമ്മൾ വീട് വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ചക്ക അടക്കാനായിട്ട് ആൾ വന്നത്. അപ്പോൾ നല്ല വരിക്ക ചക്കപ്ലാവ് അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും അടക്കാൻ ആൾ വന്നതല്ലേ എന്ന് കരുതി നമ്മൾ പിടിച്ച് മണ്ടയിലോട്ട് കയറി. ഇയാൾ എന്തോ മറ്റേ വെള്ളം അടിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നിമിഷങ്ങൾക്കകം കണ്ണ് തുറന്ന് നോക്കുന്നതിനിടയിൽ വാണം വിട്ടതുപോലെ പ്ലാവിൻ്റെ മണ്ടയിലെത്തി. എന്നിട്ട് ഇതാ ചക്ക നമ്മുടെ കിണറ്റിൽ കിടന്ന കയറൊക്കെ അഴിച്ച് അയാളുടെ അരയിലേക്ക് തിരികിയിട്ടാണ് നേരെ അങ്ങ് മരത്തിൻ്റെ മണ്ടയിലോട്ട് കയറിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൂട്ടിൽ നിന്ന് നോക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അതുമാത്രമല്ല നല്ല മഴക്കോളുമുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല കുരങ്ങിൻ്റെ ശല്യമാണ് കേട്ടോ. കുരങ്ങ് വന്നിട്ട് ചക്കയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് മാന്തി ഇങ്ങനെ വെക്കും. അത് 3 ദിവസം കഴിയുമ്പോൾ നല്ല പഴമാവും കേട്ടോ. ചക്ക പഴുത്ത് പാകമായി നിൽക്കും. അത് വന്ന് ഇവർ തിന്നിട്ട് പോകും. അങ്ങനെ കുറച്ചൊക്കെ കുരങ്ങന്മാർക്ക് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ ചക്കയും പാകമായില്ലേ എന്നൊന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ അടക്കാൻ ആളെ കിട്ടുമോ, നമ്മളിനി എന്ന് പോകുന്നത്, അങ്ങനെ ആലോചിച്ചിട്ട് ഇതാ ചറ പറോ എന്നും പറഞ്ഞുകൊണ്ട് ചക്ക അടക്കൽ തുടങ്ങി കേട്ടോ. ചക്ക അടക്കും, വീണ്ടും കയറ് കെട്ടും. അങ്ങനെ ചക്ക തന്നം പിന്നം അയാൾ പ്ലാവിൻ്റെ മണ്ടയിൽ നിന്ന് ചക്ക അടത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു 6 ചക്കയോളം കിട്ടി. പാകമായിട്ടുള്ള ഏകദേശം ഏറെക്കുറെ പാകമായിട്ടുള്ള ചക്കയാണ് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചക്ക തറയിൽ അടത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അത് നിറച്ച് അഴുകിപ്പോവും, പെട്ടെന്ന് നീറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ചന്നം പിന്നെ കെട്ടിയിട്ടാണ് ഇറക്കിയത് കേട്ടോ. അങ്ങനെ അത് നിറച്ച് അവിടെ വന്ന് അപ്പോൾ അടുത്ത ആൾ വെള്ളത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക അടത്ത് കഴിയുമ്പോൾ ചക്ക അടക്കുന്നയാൾ ആ പ്ലാവിൽ നിന്ന് 5-6 ഇല ഊരി തന്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇഷ്ടംമാതിരി ചക്ക കായ്ക്കും എന്ന ഒരു പഴഞ്ചൊല്ല് അവിടെ പറയുന്ന കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? പക്ഷെ അപ്പോഴേ അടുത്ത് നിന്ന ആൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഊരി എറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം അയാൾ ചക്ക അടക്കാൻ വേണ്ടി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ധ്വനി എന്താണെന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനിടയിൽ നമ്മൾ കുറച്ച് നാട്ടുവർത്തമാനമൊക്കെ കഴിഞ്ഞു. അതിനിടയിലാണ് ചുണ്ടയ്ക്ക കണ്ടത്. ആ ചുണ്ടയ്ക്കയും പറിച്ച് കിറ്റിലാക്കി ഇനി എന്തിനിവിടെ നിൽക്കുന്നു എന്ന ഒരു ധാരണ വന്നപ്പോൾ അടുത്ത് എന്തായാലും നമ്മളെ കൊണ്ട് 4 മണിയിലെ ആ ഒരു ചലഞ്ച് തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അടുത്ത് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എടുത്താൽ മാത്രമേ നമുക്കിത് വൃത്തിയാക്കി കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം വാരിക്കെട്ടി വീട്ടിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഗെയ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.